എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയുടെ അടയാളം അല്ലാഹു പറയുകയാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളമായിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് താടിയോ തഴമ്പോ തൊപ്പിയോ ഇതൊന്നുമല്ല പറഞ്ഞത്. ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയാരാ അവന്റെ അടയാളങ്ങൾ പറയുമ്പോൾ അല്ലാഹു ഒരു അടയാളം പറയുകയാ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ ഒരു അടിമയ്ക്ക് വേണ്ട ഒരു വലിയ ഗുണത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാ. എന്താണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്? ഒരു സത്യവിശ്വാസിയുടെ അടയാളം പറയുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ഒരു സത്യവിശ്വാസി ആരാണെന്നറിയോ? അവന്റെ അടയാളം അല്ലാഹു പറയുകയാണ്. അല്ലാഹു പറയുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കൺതടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അവൻ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളില് അല്ലാഹു അവിടുന്ന് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിലേക്ക് തന്റെ കാര്യങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിലേക്ക് അവിടുന്ന് തവക്കൽ ചെയ്യുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എപ്പോഴും പറയുമല്ലോ, തവക്കൽതു അലല്ലാഹ്, ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ ചില വാചകങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്കിൽ ഈ പറയുന്നത് എന്താണ്? എന്തിനാണ് ഇത് പറയുന്നത്? ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇത് പറയാതെ ഇരുന്നാലുള്ള നഷ്ടം എന്താണ്? നമ്മളിൽ പലർക്കും അത് അറിയുകയില്ല, പറയുന്നവനും അതറിയാറില്ല. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലോ അല്ലാഹു തന്റെ അടിമകളോട് പറയുകയാ, നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പരമേൽപ്പിക്കണം. അതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ഇത് എന്തിനാ പറയുന്നേ? ഇത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് പറയാതെ വരുമ്പോ ഉണ്ടാകുന്ന നഷ്ടം എന്താ? നമ്മളിൽ ആർക്കും അറിയില്ല. മാഷാ അല്ലാഹ് എന്നത് ഓരോ വാചകങ്ങൾ പറയാൻ പറയും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് അള്ളയാ പറഞ്ഞേ. മാഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് അള്ളയാ പറഞ്ഞേ. തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് അള്ളയാ പറഞ്ഞേ. നമ്മളിൽ എത്ര പേരാ പറയാ? നമ്മൾ തവക്കൽതു അലല്ലാഹ് എന്ന് വീട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പല വീട്ടിലും ഓട്ടോയുടെ പേര് തവക്കൽതു അലല്ലാഹ് എന്നാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ ഈ തവക്കൽ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അപ്പൊ ഒരു തവക്കൽതു അലല്ലാഹ് പറഞ്ഞേ. പറഞ്ഞ നിനക്കറിയില്ല എന്താ പറഞ്ഞെന്ന്. അതൊരു പറച്ചിൽ ഓളത്തിനങ്ങ് പറഞ്ഞു. ഒരു നല്ല തവക്കൽതു അലല്ലാഹ് പറ. അല്ലാഹു നമുക്കത് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു പറയുകയാ,
അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, ഒരിക്കലും മരിക്കാത്തവനായ പടച്ച റബ്ബിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പരമേൽപ്പിക്കണേ. നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, നബിമാരോട് പറയാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാര് തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയാ തവക്കൽതു അലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം 8 എണ്ണമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒരാള് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന് 8 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ തവക്കൽതു അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റിയോ? നിങ്ങളോട് ഞാൻ പറയാൻ പറഞ്ഞു, നിങ്ങളിൽ എല്ലാവർക്കും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ പറഞ്ഞാലും എപ്പോഴും പറയാൻ കഴിയില്ല. അത് പറയണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഫഇദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അങ്ങനെ പറയുന്നവനെ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണോ? അല്ലാഹു പറയുകയാ, അല്ലാഹുവിന് അവനെ വല്ലാത്ത ഇഷ്ടമാണോ? അല്ലാഹു അവനോ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അത് ഏത് കാര്യമാകട്ടെ, വീട് വെക്കുന്ന കാര്യമാകട്ടെ, കട തുടങ്ങുന്ന കാര്യമാകട്ടെ, പടച്ചവനെ യാത്ര പോകുന്ന കാര്യമാകട്ടെ, വാഹനമെടുക്കുന്ന കാര്യമാകട്ടെ, മക്കളെ സ്കൂളിൽ വിടുന്ന കാര്യമാകട്ടെ, എന്തു പറഞ്ഞാലും തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു നല്ല സ്വഭാവം നിനക്കുണ്ടോ എങ്കിൽ അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് മാത്രമേ, അവന്റെ നാവ് കൊണ്ട് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അല്ലാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എത്ര വലിയ ഭാഗ്യവാനാ സഹോദരാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് കഷ്ടപ്പാടില്ലല്ലോ, നിനക്ക് ദുരിതങ്ങളില്ലല്ലോ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ബാക്കിയൊക്കെ പടച്ച റബ്ബ് നോക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു നല്ല ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവനൊരു പ്രയാസമില്ല, അവനൊരു ബുദ്ധിമുട്ടില്ല, അവനൊരു ഭയവുമില്ല. അല്ലാഹു അവന്റെ കൂടെയുണ്ടല്ലോ, അല്ലാഹു അവന്റെ കൂടെയുണ്ടല്ലോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പടച്ചവനെ ഇബ്രാഹിം നബിയെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ. ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമല്ലോ. നമ്രൂദും തന്റെ അനുയായികളും പടച്ചവനെ വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി ആകാശത്തിൽ ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞു വീഴുന്ന രീതിയിലോ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് മഹാനായ
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയുടെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം അമ്പിൽ വില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് അമ്പെയ്തിട്ട് വിടാൻ തയ്യാറാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, ഇബ്രാഹിം നബിയേ അനുവാദം തരുമോ, ഈ കാണുന്ന തീകുണ്ടാരം ഞാൻ അണച്ചു കളയാ, അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്താ. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ റബ്ബുണ്ടല്ലോ, പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനറിയാ എന്നെ സംരക്ഷിക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിച്ചവരാണ്. 40 മാസങ്ങളോളം ഈ കുണ്ടാരത്തിൽ ഉല്ലാസയാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് എന്ത് കാര്യം വന്നാല് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നുണ്ടോ, അവന് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവന് അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവൻ അല്ല മതിയടോ, എന്ത് കാര്യം വന്നാലും അവൻ അല്ല മതി. അവനെ പടച്ച റബ്ബ് ഒരിക്കലും കൈവിടൂല. അല്ലാഹുവുണ്ടെന്നുള്ള വിശ്വാസമുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, പടച്ചവനെ ഈ നാട്ടിൽ വന്ന് ഒരു സ്ഥാപനം അവിടെ നിന്ന് തുടങ്ങുമ്പോ ഇവരും പറഞ്ഞത് തവക്കൽതു അലല്ലാഹ്, കല്ലിടാമെന്ന തങ്ങളും പറഞ്ഞത് തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവുണ്ടല്ലോ, പടച്ചവനെ അവിടെ നിന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ പടച്ചവനെ ഇപ്പോഴും അല്ലാഹുവേ ഇന്നലെ കല്ലിട്ടിരിക്കുകയാ. പുതിയ ബിൽഡിങ്ങിന് വേണ്ടി എവിടെ നിന്നാണ് പൈസ എന്നറിയില്ല, മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്നറിയില്ല. എങ്ങനെയാണ് ഈ സ്ഥാപനം നടക്കുന്നത്? ഞാൻ ചോദിച്ചു, വരുമാനം വല്ലതും ഉണ്ടോ? ഈ സ്ഥാപനത്തിന് വല്ല വരുമാനമുണ്ടോ? ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സമയത്ത് മാസാമാസം അള്ളാഹു എത്തിച്ചു കൊടുക്കും. തവക്കൽതു അലല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ ഉസ്താദ്. ഈ സ്വലാത്ത് അല്ലാഹു അലം, അതാണ് പടച്ചവൻ. ഇടോ അല്ല മതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എയ്ത് വിടുന്നതിന് വേണ്ടി അമ്പും വില്ലും തയ്യാറാക്കി നിർത്തിയിരിക്കുക. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഞാൻ രക്ഷപ്പെടുത്തട്ടെ, നീ നിന്റെ പണി നോക്ക്, നീ നിന്റെ കാര്യം നോക്ക്. എന്നെ പടച്ച റബ്ബ് എന്റെ കൂടെ ഉണ്ടല്ലോ, അല്ല എന്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ എന്തിനെ പിടിക്കണേ? എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ. ആ അല്ലാഹുവിനറിയാം, എന്നെ പടച്ച റബ്ബിനറിയാം എന്നെ സംരക്ഷിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്തേക്ക് കടന്നുപോയി. ഇബ്രാഹിം, ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി എഴുന്നേറ്റ് വന്ന ചരിത്രം പഠിച്ചവരാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതും ഇത് തന്നെയാ. ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയതും അല്ല മതിയാകുന്നില്ല നമുക്ക്. അല്ല ആരാണെന്ന് ആർക്കും അറിയില്ല. താടിയുള്ളവനും തഴമ്പുള്ളവനും അല്ല ആരാണെന്ന് അറിയുന്നില്ല. ഒരു മാതാവിന്റെയും പിതാവിന്റെയും കടമ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ല ആരാണെന്നാ. അല്ല ആരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് അല്ല ആരാണെന്ന് അറിയില്ല. ആ അല്ല ആരാണെന്ന് അറിയുമായിരുന്നെങ്കിൽ SLC പരീക്ഷയ്ക്ക് തോറ്റതിന്റെ പേരിൽ തൂങ്ങി മരിക്കാൻ നമ്മുടെ മക്കൾ തയ്യാറാകില്ലായിരുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകില്ല. അല്ല ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. അല്ല ആരാണെന്ന് പഠിക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ രാജ്യം, നമ്മൾ അള്ളാഹയെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ
അവസ്ഥയിൽ നമ്മൾ വല്ലാതെ ഭയന്നുകൊണ്ടിരിക്കുകയാ. നിയമങ്ങൾ ഓരോന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുകളിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ വല്ലാതെ ഭയത്തിലാ. ഉസ്താദേ, ഏക സിവിൽ കോഡ് വരുന്നു, പൗരത്വ ബില്ല് വരുന്നു, തലാഖ് വന്നു, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ വല്ലാതെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് അള്ളയാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അള്ളയാരാണെന്ന് മനസ്സിലാകുന്ന കാലത്തെ നിനക്ക് അള്ളാഹുവിന്റെ സഹായം നിന്നെ തേടി വരൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പലരും ചോദിക്കുന്നു, ഉസ്താദേ വല്ലാത്ത പ്രയാസം, എങ്ങോട്ടാ പോകുന്നത്? വല്ലാത്ത പ്രതിസന്ധി, നമ്മളൊക്കെ എന്ത് ചെയ്യും എന്ന് വല്ലാതെ ആവലാതിപ്പെടുന്ന പ്രയാസപ്പെടുന്നവരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? പൊന്മുടിയിൽ കയറണമെങ്കിലും പാസ് എടുക്കണ്ടേ? പൊന്മുടി കയറണമെങ്കിലും പാസ് എടുക്കണ്ടേ? പാസ് വേണം. അവിടെ പോകണമെങ്കിൽ തന്നെ ഇത്രയും കാശ് കൊടുത്ത് പാസ് എടുത്തിട്ട് കയറി പോകണം. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്താ ഓസിന് കയറി പോകാൻ പറ്റുന്ന ഊട്ടിയ സ്വർഗം? അല്ല പറയുകയാ, അല്ലട ചങ്ങാതി, സ്വർഗത്തിൽ പോകണമെങ്കിൽ കഷ്ടപ്പാടുണ്ട്. ഖുർആൻ പറയാ, നീ എന്താ വിചാരിച്ച ഓടിക്കേറി പോകാൻ പറ്റണ സ്ഥലവാ സ്വർഗമൊന്നും? ഇല്ല. ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് പ്രയാസവും ഒരുപാട് ദുരിതങ്ങൾ നീ അനുഭവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഈ രാജ്യത്ത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ദീൻ എന്താ, അള്ളയാരാണെന്ന് പഠിക്കണം, ദീൻ ഉണ്ടാകണം, ഈമാൻ ഉറയ്ക്കണം. അല്ലാതെ നമുക്കൊരിക്കലും രക്ഷയുണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വ്യക്തമായ രീതിയിൽ അല്ലാഹ് പറഞ്ഞു തന്നിട്ടില്ലേ? അല്ലാഹ് വ്യക്തമായ രീതിയിൽ ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടില്ലേ? നിന്നെയൊക്കെ ഞാൻ പരീക്ഷിക്കും, നിന്റെയൊക്കെ ഈമാൻ ഞാൻ അളക്കും. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ അതോ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യും നിങ്ങളെ. അള്ളാഹു പറയുക, നിങ്ങൾ ആരെയും ഞാൻ വിടൂല, നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യും, നിന്നെ അളക്കും. നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് അളന്ന് കുറിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വിജയിച്ചവന് മാത്രമേ ഞാൻ സ്വർഗം കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഇതൊക്കെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഓലപ്പടക്കം കാണുമ്പോഴേ പേടിച്ച ഇനി അമിട്ടൊക്കെ പൊട്ടുമ്പോ എന്താ ചെയ്യാ? ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്വലാഖ് വന്നു, ഹലാല് വന്നു, പൗരത്വ ബില്ല് വന്നു, ഇപ്പൊ അടുത്തത് ഇപ്പൊ ഏക സിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കിടന്ന് ഇങ്ങനെ സക്കറാത്തിന്റെ വലിക്ക. എന്തിനാ ചങ്ങാതി? എന്തായാലും അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ല മതി നമുക്ക്. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമ്മൾ ആരെയും കൊല്ലാൻ പോകേണ്ട കാര്യമില്ല, ആരെയും കല്ലെറിയാൻ പോകേണ്ട കാര്യമില്ല, ആരെയും കുറ്റം പറയാൻ പോകേണ്ട കാര്യമില്ല. എടാ, നീ ദീൻ അനുസരിച്ച് ജീവിക്ക്, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് നീ ജീവിക്ക്. നിന്റെ കുടുംബത്തിൽ ദീൻ കൊണ്ടുവാ. അല്ല ആരാണെന്ന് നാട്ടുകാർക്കല്ല, നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്ക്. ഏത് വാപ്പയ്ക്കും ഉമ്മയ്ക്ക് ഇത് ഏത് മക്കൾക്കായി അല്ലാഹയെ കുറിച്ച് അറിയുക. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ എന്തിനാ ഈ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മുടെ കൂടെ അള്ളാഹുവുണ്ടല്ലോ. എന്തിനാ സഹോദരാ അള്ളയാരാണെന്ന ചരിത്രമൊന്ന് പഠിച്ചു നോക്കടോ. ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ എടുത്തു വെച്ചൊന്ന് പാരായണം ചെയ്യൂ. പ്രവാചകന്മാരുടെ മുൻഗാമികളുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കൂ. അള്ളയാരാണെന്നറിയോ? അല്ലാഹു പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഞാൻ ഭയം കൊടുത്തു പരീക്ഷിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞു, എന്റെ അടിമയ്ക്ക് ഞാൻ ഭയം കൊടുക്കുമടോ. പടച്ചവനെ ഭയപ്പാടാട്. മുസ്ലിമാണെന്ന് പറയാൻ പേടിക്കുന്ന കാലം, തൊപ്പി ധരിക്കാൻ ഭയക്കുന്ന കാലം, പടച്ചവനെ പിടിച്ചു നിർത്തുന്ന കാലം, പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നിന്നെ ഞാൻ ഭയപ്പെടുത്തുമെന്ന്. അത് ഇന്ന് തുടങ്ങിയതല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു ഭയപ്പെടുത്തിയതാരെയാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്.
അതുപോലെ ഒരാളെയും അല്ലാഹു ഭയപ്പെടുത്തിയില്ല. പടച്ചവനെ ചരിത്രം പഠിച്ചവരാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ സാക്ഷാൽ ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാ, കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നുകൊള്ളണം, ഇനി ഒരിക്കലും മുഹമ്മദിനെ തൊടാൻ പറ്റൂല. പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും കൂടെ തീരുമാനമെടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളയുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി ആരുടെ കയ്യിൽ കിട്ടുന്നു അവരെ കൊന്നുകൊള്ളണമെന്ന് പറഞ്ഞ് എല്ലാവരും മുത്തുനബിയുടെ വീട് വളഞ്ഞു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? അലിയാര് തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ, എനിക്കെന്ത് പേടിയാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങൾ കടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, വാതിൽ തുറന്ന് ഇറങ്ങാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എന്നിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീനിലെ ഈ ആയത്തറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പാരായണം ചെയ്യുന്നവരല്ലോ. എങ്കിൽ ആ ആയത്തിന്റെ മഹത്വം പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഊതിയിട്ട് ആ മണ്ണിലേക്ക് ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്കും വലിച്ചെറിയണേ നബിയേ, എന്നിട്ട് ഇറങ്ങി പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്രയ്ക്ക് തയ്യാറായി. നബി തങ്ങൾ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരി യാസീനിലെ ആയത്തോതി മണ്ണിലേക്ക് ഊതി വാതിൽ തുറന്നു 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ വാളും പിടിച്ചുകൊണ്ട് വീട് വളഞ്ഞിരുന്ന ശത്രുവിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആറ്റം ബോംബ് കൈവച്ചിട്ടല്ല പോയത്, AK-47 പിടിച്ചിട്ടല്ല പോയത്. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും പവർ ഉണ്ടെന്ന് ഖുർആൻ പറയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിച്ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, വരുന്നു അബൂബക്കറെ? ഞാൻ റെഡിയാ നബിയെ. രണ്ടുപേരും കൂടെ പോയി ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന ചരിത്രം ഞാൻ നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കണ്ണുനീര് നബി തങ്ങളുടെ മുഖത്തേക്ക് വീണു. നബി തങ്ങൾ ഉണർന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ അബൂബക്കറെ? നബിയെ, ഗുഹയുടെ മുകളിൽ ശത്രു എത്തിക്കഴിഞ്ഞു. ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നു നബിയെ. നമ്മളെ പിടിക്കും നബിയെ, നമ്മളെ കൊന്നുകളയും നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാ. നബിതങ്ങൾ ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കുന്നു, എന്തിനാ നബിയെ ഇപ്പൊ ചിരിക്കുന്നേ? എന്തിനാ നബി ഇപ്പൊ ചിരിക്കുന്നത്? അപ്പോഴാണ് നബിതങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു കൊടുത്തത്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിന് പഠിക്കാൻ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിന് പഠിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും അല്ല, മൂന്നാമതൊരാൾ കൂടെ ഈ ഗുഹയ്ക്കകത്തുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ആ മൂന്നാമത്തവൻ ആരെന്നറിയോ? എന്നെയും നിന്നെയും പടച്ച അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ആ നിൽക്കുന്നവൻ തന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം.
അവൻ വിചാരിച്ചാ പോരാ, അവനെ പടച്ച അല്ല വിചാരിക്കണം. അല്ല നമ്മുടെ കൂടെയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനും അത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭയം? എന്ത് വന്നാലും നമുക്കെന്ത് പേടി? എന്ത് പ്രയാസം വന്നാലും പെങ്ങളെ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു ഭയം തന്നു പരീക്ഷിക്കും. അല്ലാഹു പറയുകയാ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിനക്ക് വിശപ്പ് തന്ന് അല്ലാഹു പരീക്ഷിക്കും, നിനക്ക് പട്ടിണി തന്ന് അല്ലാഹു പരീക്ഷിക്കും, നിനക്ക് ദുഃഖങ്ങൾ അല്ലാഹു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്നതുപോലെ ലോകത്താരെങ്കിലും കിടന്നിട്ടുണ്ടോ? 3 കൊല്ലം ഷേബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പുല്ലു പറിച്ചു കഴിച്ചിട്ടാണ് നബിതങ്ങൾ കിടന്നത്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബിതങ്ങൾ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചു കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഇല തിന്നിട്ടുണ്ടോ? ഉണ്ടോ? പറമനുഷ്യന്മാര് തിന്നിട്ടുണ്ടോ? തിന്നിട്ടുണ്ട്. മന്തി തിന്നിട്ടുണ്ട്. മന്തി ബിരിയാണി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ കുറച്ച് ഇലവാരി തിന്നി. ഇതാ നമ്മൾ തമ്മിലുള്ള, ഇതാ നമുക്ക് ഇലയും തമ്മിലുള്ള ബന്ധം. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിനക്ക് അല്ലാഹു തരുന്ന 3ാമത്തെ പരീക്ഷണം വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. നിനക്ക് അല്ലാഹു നിന്റെ കച്ചവടം, നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ സമ്പത്ത് എല്ലാം അല്ലാഹു തകർത്ത് കളയും. നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു തരും. നിന്റെ കച്ചവടം മുഴുവനും പോകും, നിന്റെ സമ്പത്ത് മുഴുവനും പോകും, ലക്ഷങ്ങളുടെ കടം വരും. നീ പിടിച്ചു നിൽക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കച്ചവടമൊക്കെ പോയ എന്ത് പറയണം? ലക്ഷങ്ങളുടെ കച്ചവടം നഷ്ടത്തിലായി, ബിസിനസ് ഒക്കെ തകർന്നു പോയി, എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്താൽ പോയത് വരൂല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്ഷമിക്കൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് പറയണം? എന്ത് പറയണം? ലക്ഷങ്ങളുടെ നഷ്ടം വന്നാൽ എന്ത് പറയണം? SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, തോറ്റുപോയ എന്ത് പറയണം? എന്ത് പറയണം? പറയട, എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി പോയി, എന്ത് പറയണം? ക്യാൻസർ ആണെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു, എന്ത് പറയണം? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഇപ്പൊ എന്ത് വന്നാലും, ഞങ്ങളിപ്പോ വരുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരൻ അല്ലാഹുവെ മൂത്രമൊഴിക്കുമ്പോ അദ്ദേഹം കരയുവാടോ. ഞാൻ നോക്കുന്നൊരു മനുഷ്യൻ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിലൂടെ കണ്ണുനീർ. അല്ലാഹു ഈ ഹാഫിളീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം രോഗങ്ങൾ അല്ലാഹു നമുക്ക് രോഗങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. അൽഹംദുലില്ലാ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. പടച്ചവനൊരു വഴിയില്ലെങ്കിൽ അടുത്ത വഴി തുറന്നു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസമുണ്ടാകും. പ്രയാസമില്ലാത്ത ആരുമില്ല. ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ഇവിടുത്തെ സ്വലാത്തിലേക്ക് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ, ഇവിടെ ഉള്ളവരൊന്നുമല്ല, മാസങ്ങൾ നടക്കുന്ന സ്വലാത്തിന് എവിടെ നിന്നൊക്കെയോ അൽഹംദുലില്ലാ അല്ലാഹു ഇജാബത്ത് അവിടുത്തെ ദുആയിക്ക്, ആ മജ്ലിസിന് എന്തോ ഒരു പവർ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഈ ജനങ്ങൾ മുഴുവൻ ഓടി വരുന്നല്ലോ. അല്ലാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ സദസ്സിന്, ഇവിടുത്തെ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദേ ദുആ ചെയ്യാൻ. ഞാൻ ആരോടാ പറയണ്ടേ? നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ ഞാൻ അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്നു നടക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രയാസമുണ്ടായാലും, എത്ര വലിയ പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം. അല്ലാഹു അതിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ, അതിനുള്ള ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല. എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, ഒറ്റ ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വേണോ വേണ്ടേ? ഏത് പ്രതിസന്ധി വന്നാലും, എടോ മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്ർ ഒരു 3 വട്ടം പറഞ്ഞ നിന്റെ മനസ്സിന് ധൈര്യം വരും. എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിക്ർ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ദിക്ർ,
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ദിക്ർ